الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون بسم الله الرحمن الرحيم ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ആദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പടച്ച റബ്ബ് രൂപവും കോലവും എല്ലാം നന്നാക്കി ഏറ്റവും നല്ല രൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുപോലെ നമുക്ക് ഇവിടെ ജനിച്ചു വീണത് ശുദ്ധമായ പ്രകൃതിയുടെ ഫിത്രത്തിൻ്റെ ആളുകളായിട്ടാണ്. നാളെ ആ ശുദ്ധമായ മനസ്സുമായി പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഞാനും നിങ്ങളും നിരതരാവണേ എന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മനുഷ്യര് നന്നാവാൻ എന്താണ് വഴി എന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു വിഷയമാണ്. പക്ഷെ ഈ വിഷയം പറയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ആദ്യം ധരിക്കുക അല്ലെങ്കിൽ വിചാരിക്കുക, ഞാൻ നല്ലവനാണ്, കുഴപ്പം മറ്റുള്ളവർക്കാണ് എന്നതാണ്. നന്നാവുക എന്നത് മനുഷ്യന്റെ രൂപവും കോലവും ഭാവവും വേഷവും നന്നാക്കിയത് കൊണ്ട്, ഭംഗിയുള്ള വേഷം ധരിച്ച് സുഗന്ധം പൂശി സമൂഹത്തിൽ ഇറങ്ങിയത് കൊണ്ട് അയാൾ നല്ലവനാണ് എന്നാരും വിലയിരുത്തുകയില്ല. നമുക്കറിയാം, നന്നാവണമെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സ് നന്നാവണം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ ശരീരത്തിലേക്കോ രൂപത്തിലേക്കോ കോലത്തിലേക്കോ വേഷഭൂഷാദികളിലേക്കോ അല്ല പടച്ച റബ്ബ് നോക്കുക, അള്ളാഹു പരിഗണിക്കുക. അതൊന്നുമല്ല, മറിച്ച് വലാഖിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, പടച്ചവൻ നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്കാണ്. ആ മനസ്സ് എത്രമാത്രം ഭംഗിയുള്ളതാണ്, എത്രമാത്രം സുന്ദരമാണ്, എത്രമാത്രം പരിശുദ്ധമാണ് എന്നതാണ് പടച്ച റബ്ബ് പരിഗണിക്കുക എന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറഞ്ഞത്, അലാ വ ഇന്ന ഫിൽ ജസദി മുളാഹ, മനുഷ്യ ശരീരത്തിൽ ഒരു അവയവമുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, ആ അവയവം നന്നായാൽ മനുഷ്യ ശരീരത്തിന്റെ മുഴുവൻ നന്മ അതിലാണ്.
എന്താണത്? അല്ല വൈദാ ഫസദതനി, ആ അവയവം ചീത്തയായാൽ ഫസദൽ ജസ്ദു കുല്ലുഹു, മുഴുവൻ ശരീരവും ചീത്തയാകും. അല്ല, നിങ്ങൾ മനസ്സിലാക്കണം, വഹിയൽ ഖൽബ്, അതാണ് മനുഷ്യന്റെ ഖൽബ്, മനസ്സ്, ഹൃദയം. മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നാവും, മനസ്സ് ചീത്തയായാൽ മനുഷ്യൻ ചീത്തയാകും. മാത്രമല്ല, ഏതൊരു കർമ്മം മനുഷ്യൻ ചെയ്യുന്നുവോ ആ കർമ്മങ്ങൾക്കൊക്കെ അടിസ്ഥാനമായി പരിഗണിക്കുക മനുഷ്യന്റെ മനസ്സാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് നീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത്, ചില ആളുകൾ പറഞ്ഞു നീയത്ത് അമലുകളുടെ ഷർത്താണെന്ന് പറഞ്ഞു. ഇപ്പൊ നമസ്കാരത്തിൽ അതിന്റെ ഷർത്താണ് നീയത്ത് എന്ന് പറഞ്ഞു. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, അല്ല, നീയത്ത് നമസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർള്, അതിന്റെ റുക്നാണ് എന്ന് പറഞ്ഞു. എന്താണ് ഈ അഭിപ്രായ വ്യത്യാസം? അതൊന്ന്, നമസ്കാരം സ്വീകരിക്കണമെങ്കിൽ നമസ്കാരത്തിൽ വേണ്ടതാണോ, അതല്ല നമസ്കാരത്തിന് മുമ്പേ വേണ്ടതാണോ നീയത്ത് എന്നുള്ളതാണ്. ശരീരശുദ്ധി നമസ്കാരത്തിന്റെ ഷർത്താ, തക്ബീറത്തുൽ ഇഹ്റാം നമസ്കാരത്തിന്റെ റുക്ന. എന്നാൽ നീയത്ത് റുക്നായിട്ട് പരിഗണിക്കണോ, അതായത് നമസ്കാരത്തിൽ വേണ്ടതാണോ അല്ല നമസ്കാരത്തിന് മുമ്പ് വേണ്ടതാണോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യാൻ കാരണം അത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. നമ്മളിപ്പോൾ ജുമാ നമസ്കരിക്കും, നമ്മൾ കുളിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് സുന്ദരമായി ശരീരമൊക്കെ വൃത്തിയാക്കി നമ്മളിവിടെ വന്നു, ഇവിടെ നിന്ന് നമസ്കരിക്കുകയാണ്. ആ ചൊല്ലുന്ന ദിക്റുകളും പ്രാർത്ഥനകളും ഖുർആനൊക്കെ കൃത്യമായിട്ട് നമ്മൾ പാരായണം ചെയ്തു. അതിന്റെ സുജൂദും റുകൂഉം ഇഗ്തിദാലും ഖിയാമും ഇരുത്തൊക്കെ നമ്മൾ കൃത്യമാക്കി ചെയ്തു. പക്ഷേ പടച്ചോൻ അതിൻ്റെ ഒക്കെ പരിപൂർണതയല്ല നോക്കുക, അതിൻ്റെ ഒക്കെ കൃത്യതയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക നമ്മുടെ നിയ്യത്തിലേക്ക്. അത് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എവിടെയാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് മനസ്സ് നന്നായാൽ അമലില്ലെങ്കിലും മനുഷ്യന് പ്രതിഫലം കിട്ടും. നമ്മൾ നേരത്തെ പഠിച്ചെന്താ, ഏത് അമലൊരു മനുഷ്യൻ ചെയ്താലും അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ മനസ്സ് നന്നാവണം, നിയ്യത്ത് നന്നാവണം. എന്നാൽ മനസ്സ് നന്നായാൽ അമലില്ലെങ്കിലും അതിന് മനുഷ്യന് പ്രതിഫലം കിട്ടും. അമല് ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്യണമെന്ന് ആ അമലിനോടൊരു താല്പര്യം മനസ്സിലുണ്ടെങ്കിൽ പ്രതിഫലം കിട്ടുന്ന. തിരിച്ചും ഒരു തെറ്റ്, ഒരു കുറ്റം ചെയ്തിട്ടില്ല, പക്ഷേ മനസ്സ് അത് ചെയ്യാൻ ആഗ്രഹിച്ചുവെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ കുറിച്ച് പഠിപ്പിക്കും. മസലു ഹാദിഹിൽ ഉമ്മത്തി കമസലി അർബഅത്തി നഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഉദാഹരണം 4 ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ്. എന്താണ്? അതിലൊരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാലൻ വ ഇൽമൻ, അല്ലാഹു ആ മനുഷ്യന് സമ്പത്ത് കൊടുത്തു, അറിവും കൊടുത്തു, വിവരവും കൊടുത്തു. ആ സമ്പത്ത് അയാൾ തൻ്റെ അറിവ് ഉപയോഗിച്ച് ആ സമ്പത്ത് കൊണ്ട് നല്ല കാര്യങ്ങളിൽ, പടച്ചവന് തൃപ്തിയുള്ള കാര്യങ്ങളിൽ സമ്പത്ത് ചെലവഴിക്കുന്നു. അപ്പൊ വേറൊരു മനുഷ്യൻ, അല്ലാഹു ആ മനുഷ്യന് ഇൽമ് കൊടുത്തിട്ടുണ്ട്, വിവരമുണ്ട്, പക്ഷേ അറിവുണ്ട്, പക്ഷേ സമ്പത്തില്ല. ആ മനുഷ്യൻ ഇത് കണ്ടിട്ട് പറയാണ്, ലൗ ആതാനി അല്ലാഹു മിസ്ല മാ ആതാ, എനിക്കും അല്ലാഹു അതുപോലെ സമ്പത്ത് തന്നിരുന്നെങ്കിൽ അവൻ ചെയ്യുന്നത് പോലെ നന്മകൾ ഞാനും ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയാ, ഫഹുമാ ഫിൽ അജ്രി സവ, അവർ രണ്ടുപേരും പ്രതിഫലത്തിൽ തുല്യരാണ്. എന്നാൽ റജുലുൻ, വേറൊരാള്, ആതാഹുല്ലാഹു മാലൻ, പടച്ചവൻ അവന് സമ്പത്ത് കൊടുത്തു, പക്ഷേ വലം യൂത ഇൽമൻ, വിവരം തൊട്ട് തേണ്ടിയിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യൻ, 4-മതൊരാൾ, ഈ മനുഷ്യൻ തന്റെ സമ്പത്ത് കൊണ്ട് എന്തൊക്കെയോ വൃത്തികേടുകൾ, എന്തൊക്കെയോ തോന്നിവാസങ്ങൾ ദൂർത്തടിച്ചുകൊണ്ട് ചെലവഴിക്കുന്നു. 4-മത്തൊരാൾ, അവന് സമ്പത്തുമില്ല, വിവരവുമില്ല. അവൻ ഇത് കണ്ടിട്ട് പറയാണ്, പടച്ചോനെ, അവനെ പോലെ സമ്പത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അവനേക്കാൾ ഞാൻ ഉഷാറാക്കുമായിരുന്നു, അടിച്ചു പൊളിക്കുമായിരുന്നു എന്ന് പറയുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഫഹുമാ ഫിൽ വിസ്രി സവ, അവർ രണ്ടുപേരും പാപഭാരത്തിൽ തുല്യരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു തൗബയിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ഒരു വിവരണം ആ സൂറത്തിലുണ്ട്. തബൂക്ക് യുദ്ധം, വിശ്വാസികൾക്ക് മദീനയിലുള്ള അവസരത്തിൽ വളരെയേറെ ക്ഷാമം പിടിപെട്ട് സാമ്പത്തികമായും അതുപോലെ തന്നെ വിഭവങ്ങളിലും വളരെ പരീക്ഷണം നേരിടുന്ന ഒരു ഘട്ടത്തിൽ ആ യുദ്ധം, തബൂക്ക് യുദ്ധം ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന്റെ സന്നാഹങ്ങൾക്ക് വേണ്ടി തന്റെ അനുചരന്മാരോട് ആഹ്വാനം ചെയ്തു.
കുറച്ചാളുകൾ വന്നു, സാധുക്കളാ. അവർ വന്ന് റസൂലിനോട് പറഞ്ഞു, റസൂലെ, ഞങ്ങളുമുണ്ട് താങ്കളോടൊപ്പം യുദ്ധത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അല്ല, നിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളുണ്ടോ? ഇല്ല റസൂലെ, ആയുധം വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല. യുദ്ധത്തിന് പോകാനുള്ള വാഹനമുണ്ടോ? ഇല്ല പ്രവാചകരെ, അതിനൊന്നും ഞങ്ങൾക്ക് ശേഷിയില്ല, വാഹനമില്ല. ആ യുദ്ധത്തിൽ ഒരു ഒട്ടകപ്പുറത്ത്, ഒരു കുതിരപ്പുറത്ത് 2-3 ആളുകളെ ഊഴം നിശ്ചയിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും, സൂറത്തു തൗബയിൽ പറയാ, വലാ അലല്ലദീന ഇദാ മാ അതൗക ലിതഹ്മിലഹും, താങ്കളും തങ്ങളെ കൊണ്ടുപോകണമെന്ന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് താങ്കളുടെ അടുത്തേക്ക് വന്ന ആളുകളുണ്ടല്ലോ, ഖുൽതലഹും ലാ അജിദു മാ അഹ്മിലുകും അലൈഹി, നിങ്ങളെ കൊണ്ടുപോകാനൊരു നിർവാഹവുമില്ല എന്ന് താങ്കൾ അവരോട് പറഞ്ഞപ്പോ, നാളെ പള്ളി ഒരു കളക്ഷൻ പോകണം, അല്ലെങ്കിൽ ഇന്നൊരു പരിപാടിക്ക് പോകണം, എന്തെങ്കിലും ദഅവത്തിന്റെ പ്രവർത്തനം, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യം, രാവിലെ വിളിച്ചു പറഞ്ഞു, ഇന്ന് നടക്കൂല കേട്ടോ, ഇന്നില്ല, അൽഹംദുലില്ലാ എന്ന് പറയും, അല്ലേ? അങ്ങനെ ഇവർ അൽഹംദുലില്ലാ പറഞ്ഞവരല്ല, കരഞ്ഞ് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് താങ്കളുടെ അടുത്തു നിന്ന് പിരിഞ്ഞു പോയ ആളുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള, തങ്ങളുടെ ശരീരവും തങ്ങളുടെ ജീവനും ചെലവഴിക്കാനുള്ള ഒരു അവസരം കിട്ടാത്തതിൽ കരഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ട് പോയ ആളുകളുണ്ടല്ലോ പ്രവാചകരെ, അവർക്ക് കുറ്റമില്ല. ആ ആളുകളെ കുറിച്ച് ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെയുള്ള യുദ്ധത്തിന്റെ തീഷ്ണതകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച തന്റെ അനുചരന്മാരോട് പറഞ്ഞു, മാ സിർതുൻ വാദിയൻ മാ ഖതഅതും വാദിയൻ വലാ സിർതുൻ മസീറ, ഏതൊക്കെ താഴ്വരകൾ താണ്ടിക്കടന്നുകൊണ്ട്, ഏതൊക്കെ ദുർഘടമായ പാതകൾ താണ്ടിക്കൊണ്ട് നിങ്ങൾ സഞ്ചരിക്കുന്നുവോ, നിങ്ങൾ ഈ യുദ്ധത്തിൽ എന്തൊക്കെ പ്രയാസം അനുഭവിച്ചുവോ, ഇന്ന ബിൽ മദീനത്തിലെ അഖ്വാമുൻ, നിങ്ങൾ അറിയുമോ, കുറച്ചാളുകളുണ്ട് മദീനയിൽ, അവർ നമ്മളോടൊപ്പം പുറപ്പെട്ടു പോന്നിട്ടില്ല, പക്ഷേ ശരിക്കും ഫിൽ അജ്ർ, നിങ്ങളുടെ പ്രതിഫലത്തിൽ അവരും പങ്കാളികളാണ്, നിങ്ങളെപ്പോലുള്ള പ്രതിഫലം അവർക്കുണ്ട്. ശരിക്കും ഹബിസഹുമുൽ ഉദ്ർ, വ്യക്തമായ കാരണം കൊണ്ട് അവർക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിലും ശരിക്കും ബിഹുസ്നിൻ നിയ്യ, നല്ല നിയ്യത്ത് കൊണ്ട് പ്രതിഫലത്തിൽ പങ്കാളികളായ ആളുകളുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു വിഷയ. തിരിച്ചും നന്നാക്കി വെക്കണം കൽബിനെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, റബ്ബിലാ തുഹ്സിനി യൗമ യുബ്അസൂൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് മനം തകർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, പടച്ചവനെ, യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിക്കല്ല റബ്ബേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഒന്നും ആ ദിവസം ഒരാൾക്കും ഉപകരിക്കില്ല. നമ്മളൊരു സദസ്സിലേക്ക് ആളുകൾ വരുമ്പോൾ നമ്മൾ നോക്കുക, അയാളെ പദവി എന്താ, അയാളെ സ്ഥാനം എന്താ, അയാൾ ഏത് സംഘടനയുടെ ആളാണ്, ഏത് നേതാവാണ് എന്നൊക്കെ നോക്കിയിട്ട് അയാളെ വസ്ത്രവും കോലവും സംഘടനയും പദവിയും സ്ഥാനവും ഒക്കെ നോക്കിയിട്ട് നമ്മൾ സ്വീകരിക്കൂലേ? പടച്ചോ സ്വീകരിക്കാവുന്നല്ല. അവനെത്ര പണമുണ്ട്, അവന്റെ കൂടെ ആരൊക്കെ ഉണ്ട്, അതൊന്നും വിഷയമല്ല. എങ്ങനെയാണ് അവൻ എൻ്റെ അടുത്തേക്ക് വന്നത്? നിഷ്കളങ്കമായ മനസ്സുമായിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് ചെല്ലണം. കളങ്കമുള്ള മനസ്സുകള്, കാപട്യമുള്ള മനസ്സുകള്, വെറുപ്പും വിദ്വേഷവും പകയും കൊന്നായ്മയും നിറച്ച മനസ്സുകള്, അസൂയയും അതുപോലുള്ള വിദ്വേഷവും വെറുപ്പുമൊക്കെ നിറച്ചുകൊണ്ടുള്ള മനസ്സുകള് അല്ല, ക്ലീനായ പരിശുദ്ധമായ സലീം നിഷ്കളങ്കമായ മനസ്സുകൾ, പാപത്തിന്റെ കറപിടിക്കാത്ത മനസ്സുകൾ, അത് പടച്ച റബ്ബ് സൃഷ്ടിച്ച ആ മനസ്സുമായിട്ട് പടച്ച റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലണം. അതാണ് പടച്ചോ നോക്കുക. അപ്പൊ നോക്ക് സഹോദരങ്ങൾ, അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, ആ സമാധാനത്തിന്റെ ശാന്തിയുടെ ഭവനത്തിലേക്ക് പടച്ചവൻ ക്ഷണിക്കുന്നത്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ മനസ്സേ. മനസ്സ് മുത്മഇന്നായിരിക്കണം, സ്വസ്ഥമായിരിക്കണം, ശാന്തമായിരിക്കണം. അവിടെ വെറുപ്പുണ്ടാകരുത്, വിദ്വേഷമുണ്ടാകരുത്, അസൂയയുണ്ടാകരുത്, പകയുണ്ടാകരുത്. മറിച്ച് ആ മനസ്സ് ക്ലിയർ ആയിരിക്കണം. അങ്ങനെയുള്ള പടച്ചവന്റെ തൃപ്തിക്ക് വിധേയരായിക്കൊണ്ട്
സ്വയം സംതൃപ്തിയോടുകൂടി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് എന്റെ അടിമകളോടൊപ്പം നിങ്ങൾ വരൂ എന്ന് പറയുന്ന മനസ്സുകൾ നഫ്സുൽ മുത്മഇന്നയാണ്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വനഫ്സിൻ വമാ സവ്വാഹാ, മനുഷ്യ മനസ്സാകുന്ന മഹാവിസ്മയത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച പടച്ചവന്റെ ആ സൃഷ്ടി വൈഭവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുക, ഖദ് അഫ്ലഹ മൻ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. മനുഷ്യ മനസ്സിന് രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് അധർമ്മവും ധിക്കാരവും ഒക്കെ ചെയ്യുന്ന മനസ്സ്, മറ്റൊന്നോ തഖ്വയോടുകൂടി ഭക്തിയോടുകൂടി നല്ല മനസ്സ്. ഖദ് അഫ്ലഹ മൻ സക്കാഹാ, മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിച്ചവൻ അവൻ വിജയിച്ചു. ഖദ് ഖാബ മൻ ദസ്സാഹാ, മനുഷ്യ മനസ്സിനെ മലീമസമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അവർ പരാജയപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മലിനമാകാത്തൊരു മനസ്സ്. കാരണം എങ്ങനെയാ മനസ്സ് മലിനാകുമെന്ന് ചോദിച്ചാൽ വേസ്റ്റുകളൊന്നും ആ മനസ്സിലുണ്ടാവാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ ഒരാളോട് വെറുപ്പുണ്ട്, അസൂയുണ്ട്, വിദ്വേഷമുണ്ട്, പകയുണ്ട്, അതിങ്ങനെ മനസ്സിൽ കിടന്ന് മനസ്സിനെ ഇങ്ങനെ ചീഞ്ഞു നാറും വേസ്റ്റുകൾ. ഇങ്ങനെ ആ വേസ്റ്റുകളെ ശുദ്ധമാക്കിക്കൊണ്ട് അത് നമുക്ക് മനസ്സിലാകൂല. പലപ്പോഴും നമ്മുടെ മൂക്ക് നമ്മുടെ വായിൻ്റെ ഒരു ഇഞ്ച് വ്യത്യാസമുള്ളൂ. പക്ഷേ നമ്മുടെ വായുനാറ്റം, നമ്മുടെ പല്ല് കേട് വന്നിട്ട് വായ ദുർഗന്ധമുണ്ടെങ്കിൽ നമ്മളെ മൂക്കിനതറിയില്ല. പക്ഷെ നമ്മുടെ ഒരടി അപ്പുറത്ത്, ഒരു മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ആൾ മുഖം തിരിക്കും. അതെ, നമ്മുടെ മനസ്സ് കേടാണോ നല്ലതാണോ എന്ന് നമ്മളല്ല അറിയുക, അത് മറ്റുള്ളവർക്കറിയാം. അവർ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുവെങ്കിൽ, നമ്മളെ കാണുമ്പോൾ, നമ്മൾ സദസ്സിലേക്ക് എത്തുമ്പോൾ അവർ മുഖം തിരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കണം എന്തോ കെട്ടുനാറുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. അല്ലാഹുവിന്റെ ഉപദേശമാകുന്ന ഈ വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾക്ക് ശിഫാ ആണ്, ശമനമാണ്. ഏത് മനസ്സിലുള്ള കാര്യം? മനുഷ്യന്റെ മനസ്സിലുള്ള വിദ്വേഷവും വെറുപ്പും അസൂയയും കുന്നായ്മയും തുടങ്ങിയ രോഗങ്ങൾക്ക് വിശുദ്ധ ഖുർആനാകുന്ന ശമനം. വിശുദ്ധ ഖുർആൻ കൊണ്ട് ചികിത്സിക്കല് അനിവാര്യമാണ്. ഖുർആന്റെ വചനങ്ങൾ. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നു എന്തിനാ? ആരോഗ്യത്തിനാ. ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഭക്ഷണം കഴിക്കുന്നു, മനസ്സിനും ആരോഗ്യം വേണ്ടേ? അത് പഠിച്ചോ തന്നതാ. ആ മനസ്സിന്റെ ആരോഗ്യത്തിന് എന്ത് വേണം? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ, സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള ഓർമ്മ, നാളെ പടച്ച റബ്ബിനെ കണ്ടുമുട്ടുന്നതാണെന്നുള്ളൊരു ബോധം, ഇതാണ് പലപ്പോഴും നമ്മളെ തെറ്റുകളിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് നന്മയിലേക്ക് നയിക്കുക. അതുകൊണ്ട് തന്നെ മനസ്സിനെ ശുദ്ധിയാക്കാൻ, ആ മനസ്സ് ക്ലിയർ ആക്കാൻ എന്തിനാ എന്റെ മനസ്സിൽ? നമ്മളൊന്ന് ആലോചിച്ചു സഹോദരങ്ങളെ, ഏത് മനസ്സും കൊണ്ട് ആ പടച്ചോലത്തേക്ക് നമുക്ക് പോകാൻ കഴിയാം. ഇപ്പൊ നമുക്കറിയില്ലല്ലോ, എവിടെ വെച്ചപ്പം എങ്ങനെ മരിക്കും അറിയില്ല. അപ്പോ മരിച്ചു പോവുകയാണെങ്കിൽ ഇപ്പോ പറയാൻ പറ്റുമോ എന്റെ മനസ്സ് ക്ലിയർ ആണെന്ന്? ആരോടും വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത സലീം, അതെ നിഷ്കളങ്കമായ മനസ്സാണ് എന്ന് എനിക്ക് അഭിമാനിക്കാൻ കഴിയോ? എങ്കിൽ നമുക്ക് സമാധാനിക്കാം. പക്ഷെ പലപ്പോഴും അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, മനുഷ്യനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിലും ഒരു വാഹനത്തിൻ്റെ ഒരു ഡ്രൈവർ പോലെയാണ്. വാഹനം നന്നായിട്ട് കാര്യമില്ല. വാഹനത്തിന്റെ എഞ്ചിനുണ്ടായിട്ടും അതിന്റെ ഇന്ധനം ഉണ്ടായിട്ടും ടയറുണ്ടായിട്ടും ഒന്നും കാര്യമില്ല. അപകടമില്ലാതിരിക്കണമെങ്കിൽ തട്ടാതെ മുട്ടാതെ അപകടങ്ങളില്ലാതെ ആ വാഹനം ലക്ഷ്യത്തിലെത്തിക്കുന്ന ഡ്രൈവറാ. എങ്കിൽ നമ്മളാകുന്ന വ്യക്തിയെ, അതിനെ ജീവിതത്തിന്റെ ഓരോ പാതയിലൂടെയും മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഡ്രൈവറാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിന്റെ ശ്രദ്ധയാണ്. ആ മനസ്സ് നമ്മൾ എത്ര ശ്രദ്ധയോടുകൂടി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അപകടമില്ലാതെ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റും. എന്താ നമ്മുടെ ലക്ഷ്യം? ലക്ഷ്യം വേറൊന്നുമല്ല, പടച്ച റബ്ബിന്റെ മുമ്പിൽ നാളെ മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ആ ഖൽബും സലീമുമായി തിരിച്ചെത്താൻ കഴിയണം.
സുരക്ഷിതമായിട്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ ആലോചിച്ച് നോക്കുക, റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന ആ പരിശുദ്ധമായ ശുദ്ധമായ പ്രകൃതിയിൽ ജനിച്ചു വീണ് നല്ലൊരു മനസ്സ് പടച്ചോൻ നൽകി. പടച്ചോന്റെ അടുത്ത് നാളെ ചിന്ത, പടച്ചോനെ ഇത് ക്ലിയറാണ്, ഇത് നിഷ്കളങ്കമാണ്, ഇതിന് രോഗങ്ങളില്ല, ഇതിന് മാലിന്യങ്ങൾ നിറച്ചിട്ടില്ല എന്ന് സമാധാനിക്കാൻ നമുക്ക് കഴിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കളങ്കമില്ലാത്ത മനസ്സ്, നിഷ്കളങ്കമായ മനസ്സുമായി, കളങ്കമില്ലാത്ത മനസ്സുമായി മരിച്ചു പോകാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ കരീമിൽ മഅബൂദി വർ-റഹീമിൽ മഹ്മൂദ് والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ സഹോദരങ്ങളെ, കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനുള്ള ദിക്ർ, സ്മരണ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാവിധ തിന്മകളെയും മാലിന്യങ്ങളെയും ഇല്ലാതാക്കി ആരോഗ്യമുള്ളൊരു മനസ്സുമായി ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നഫ്സ് ദിക്ർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക, സ്കെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കയ്യിൽ സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, ഈ പറയുന്നതല്ല ദിക്ർ. അതിലുപരി ഖുർആൻ പറയുന്നു, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖിഫാൻ. വദ്കുർ റബ്ബക, നീ റബ്ബിനെ ദിക്ർ ചൊല്ലേണ്ടത് നാവ് കൊണ്ടല്ല, കൈ കൊണ്ടല്ല. ഫീ നഫ്സിക്, മനസ്സിലാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകേണ്ടത്. തളർറുഅൻ വഖീഫ, ഭയത്തോടെ വിനയത്തോടെ. ദൂനൽ ജഹർ, അതിങ്ങനെ ഒച്ചത്തിൽ പറയേണ്ട ആവശ്യമില്ല. പ്രഭാതത്തിലും പ്രദോഷത്തിലും നീ നടത്തിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ മനസ്സെന്ന് വരണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ പടച്ചവന്റെ, അള്ളാഹുവിന്റെ ആ മഹത്വമുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഖദറുണ്ടല്ലോ. ആ പടച്ചവന്റെ ഖദറിനെയും മഹത്വത്തെയും വാഴ്ത്തിക്കൊണ്ട് പടച്ച റബ്ബ് സംവിധാനിച്ച ഈ പ്രപഞ്ചത്തിലെ ഒട്ടനവധി സംവിധാനങ്ങളെ കുറിച്ചുള്ള ചിന്ത ഉണ്ടല്ലോ. ഖുർആൻ പറയുന്നത്, الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും ആകാശഭൂമികളുടെ ഈ രാവും പകലും മാറി വരുന്നതിനെ കുറിച്ച്, ഇങ്ങനെയൊക്കെ ഈ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളൊക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ മനുഷ്യന് ബോധ്യപ്പെടും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചോൻ ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയല്ല, ഇതിനൊക്കെ വ്യക്തമായ ലക്ഷ്യമുണ്ട്, നിന്റെ കണിശതയുണ്ട്, നിന്റെ പ്ലാനിങ് ഉണ്ട്, എനിക്ക് ബോധ്യപ്പെടുന്നു. സുബ്ഹാനക്, നീ പരമപരിശുദ്ധനാണ്. അതെ, ആ ഒരു സുബ്ഹാനുണ്ടല്ലോ, ആ സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരമ, കുറ്റങ്ങളില്ലാതെ, കുറവുകളില്ലാതെ, ന്യൂനതകളില്ലാതെ, പരാതികളില്ലാതെ, ആക്ഷേപങ്ങൾ. പള്ളിയെടുത്ത് ഇതായിട്ട് സംഘാടകർ ഏറ്റവും നന്നാക്കി ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേയോ, പുറത്തുനിന്നൊരാൾ വന്നു നോക്കിയാൽ എന്തൊക്കെ കുറ്റം കാണാനുണ്ടാവും, എന്തൊക്കെ പോരായ്മകൾ പറയാനുണ്ടാവും. നോക്കുങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ അവർ സംവിധാനിച്ച സംവിധാനങ്ങളിൽ നമ്മളെ സൃഷ്ടിപ്പിൽ ഒന്നും കുറവില്ല, കുറ്റമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്ലിയറായിട്ട്, കൃത്യമായിട്ട്, കണിശമായി സംവിധാനിച്ച പടച്ചു. ആ പടച്ച റബ്ബിന്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ദിക്ർ. അങ്ങനെയുള്ള ദിക്റുകളാണ് നമ്മുടെ മനസ്സിനെ ആരോഗ്യമുള്ളതാക്കുക. വലാ ബിദിക്രില്ലാഹി തത്മ, അത്തരം ദിക്റുകൾ ഉണ്ടാകുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാവും, പടച്ചോൻ എന്നുള്ളൊരു വിചാരം. അതോടൊപ്പം തന്നെ മനസ്സിന് മാലിന്യങ്ങളില്ലാതിരിക്കണമെങ്കിൽ, കറകളില്ലാതിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മനുഷ്യൻ ഒരു അടിമ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് അവന്റെ മനസ്സിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാക്കും. അങ്ങനെ തെറ്റുകൾ ചെയ്ത് 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 കറുത്ത പുള്ളി
അതിങ്ങനെ വലുതായി വലുതായി വന്ന് പിന്നെ നമ്മൾ പറയും ക്ലാവ് പിടിച്ചു പോകും, വെളിച്ചം അങ്ങോട്ട് എത്തൂല, അവിടെ നിന്നൊന്നും പുറത്തോട്ടും പോകില്ല. അങ്ങനെ ആവരുത്. ആ മനസ്സിലെ കറകളെ, പാപത്തിന്റെ കറകളെ കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിക്കുമ്പോ ആ സലീമായ മനസ്സുമായി പടച്ച റബ്ബിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും. 3 രൂപത്തിലുള്ള മനസ്സാ പടച്ചവൻ ഖുർആനിൽ പഠിപ്പിക്കുന്നു. ഒന്ന് നഫ്സുൽ അമ്മാറയാണ്. മനുഷ്യന് തിന്മയിലേക്ക് പ്രചോദനം നൽകുന്ന, തിന്മകൾക്ക് മനുഷ്യന് പ്രചോദനം നൽകുന്ന ഒരു മനസ്സ് നഫ്സുൽ അമ്മാറ, തിന്മകൾക്ക് കൽപ്പിക്കുന്ന മനസ്സ്. അതിൽ നിന്ന് മറ്റൊരു മനസ്സ് നഫ്സുൽ ലവ്വാമ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. ചെയ്യരുതായിരുന്നു, വേണ്ടായിരുന്നു, ഞാൻ എന്തിനപ്പം അങ്ങനെ ചെയ്ത്? ഈ രൂപത്തിൽ മനുഷ്യന്റെ മനസ്സിൽ ചിലപ്പോൾ കുറ്റപ്പെടുത്തുക, ആക്ഷേപം, സ്വയം അങ്ങനെ പറയണ്ടായിരുന്നു. അതെ, ആ മനസ്സിന്റെ അമ്മാറയിൽ നിന്ന് ലവ്വാമയിലേക്ക് വരുമ്പോൾ തന്നെ മനുഷ്യൻ നന്നാവുകയാണ്. പിന്നെയോ 3ാമത്തെ മനസ്സാണ് നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ മനസ്സ്, സ്വസ്ഥമായ മനസ്സ്, സമാധാനമുള്ള മനസ്സ്. എന്താ മോശാന്ന് തോന്നുമ്പോൾ ഇനി ഉണ്ടാവരുത്, തീരുമാനം എടുക്കുക. അപ്പൊ നോക്കുന്നത് എന്തിനാ അപ്പോൾ നമുക്കൊരാളോട് വെറുപ്പ്? നമ്മൾ എന്തിനാണ് അയാളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നത്? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം സൂചിപ്പിച്ചുകൊണ്ടാണ് അവസാനിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പറഞ്ഞു, 3 പ്രാവശ്യം അദ്ദേഹം കേട്ടു അയാൾ സ്വർഗത്തിലാണ്. അതെന്താണ് അയാൾ സ്വർഗം കിട്ടാൻ കാരണം? അതിന് മാത്രം അദ്ദേഹം എന്ത് അമല് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പോയി താമസിച്ചു. ചെറിയൊരു പൊളി പറഞ്ഞു, എന്നിട്ട് അവിടെ കൂടെ കൂടി. 3 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് കളവ് പറഞ്ഞിട്ട് താമസിച്ച, ഞാൻ വാപ്പയായിട്ട് തെറ്റിയതാ, അതുകൊണ്ട് 3 ദിവസം കഴിയുമ്പോൾ വാപ്പാന്റെ ചൂട് തണിയുമ്പോൾ ഞാൻ പോയി നന്നായിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു പൊളി പറഞ്ഞതാ. ഞാനൊരു പൊളി പറഞ്ഞതാ. എന്തിനാന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ, അതിനത്ര എന്ത് അമല നിങ്ങൾക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടതിലപ്പുറം ഒന്നുമില്ല, സാധാരണ മനുഷ്യരെ പോലെ കത്തിയായിട്ടും കാര്യമായിട്ടൊന്നുമില്ല, പ്രത്യേകിച്ചൊരു അമലൊന്നുമില്ല, കാണുന്നില്ല, കണ്ടതിലപ്പുറം ഒന്നുമില്ല. ഇദ്ദേഹം നിരാശനായി തിരിച്ചു പോകാൻ എടുക്കുമ്പോൾ ആൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ടല്ലോ. എന്തേന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും പകയില്ല. നോക്കുങ്ങൾ ഇത് പറയാൻ നമുക്ക് കഴിയുമോ? ആരോട്? എന്നോട് ഓൻ അങ്ങനെ കാണിച്ചത് മറക്കൂല നമ്മൾ പറയാ, അപ്പറഞ്ഞ പോലെ പോകൂല എന്നല്ല. ഞാനത് മനസ്സിൽ, എൻ്റെ മനസ്സിനെ ഞാൻ എന്തിനു മലിനമാക്കണം? എൻ്റെ മനസ്സിനെ ഞാൻ എന്തിനു അസ്വസ്ഥമാക്കണം? അവൻ പറയുന്നത് എന്തിന് ഞാൻ ഇങ്ങോട്ടെടുക്കണം? കുട്ടിയോട് അധ്യാപകൻ ചോദിച്ചു. കുട്ടി പറഞ്ഞു, സാർ ഇവളെന്നെ ചീത്ത പറഞ്ഞു. കുട്ടിയൊന്നും സാരമില്ല, അങ്ങനല്ല സാർ, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അവന് വല്ലാത്ത പരാതി. അപ്പോൾ അധ്യാപകൻ പറഞ്ഞു, സാരമില്ല, അവളെന്നെ ചീത്ത പറഞ്ഞു, ഇതാ ഇത് മോളെടുത്തോ, ഒരു 500 ഉറുപ്പിക എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ എടുത്തോ. എനിക്ക് വേണ്ട. എന്താ വേണ്ടാത്തത്? അതെനിക്ക് വേണ്ട, സാറിൻ്റെ അല്ലേ. അപ്പം നീ എന്ത് ചെയ്യണം? അത് സാറിൻ്റെ കിശയിൽ വെച്ചോ. എന്നാ പിന്നെ അങ്ങനെ പോരെ മോളെ, നിന്നെ അവൾ ചീത്ത പറഞ്ഞ് നീ എന്തിനാ സ്വീകരിച്ചത്? നീ സ്വീകരിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നീ അത് വാങ്ങി വെക്കണ്ട. അതീയൊരു ചിന്ത ഉണ്ടല്ലോ. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ എന്തിനു നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കണം? നമ്മുടെ മനസ്സിനെ നമുക്ക് ക്ലിയർ ആക്കിക്കൂടെ? അപ്പം നമ്മൾ ആലോചിച്ച് നോക്കൂ. നിഷ്കളങ്കമായ, സ്വസ്ഥമായ, ശാന്തമായ ഒരു മനസ്സുമായി പടച്ച റബ്ബിനെ കൊണ്ടുകൂട്ടാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, സങ്കടത്തോടുകൂടി അല്ലാതെ പറയാൻ കഴിയില്ല. നമ്മളെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ കേൾക്കലേല്ലോ മീഡിയകളിലൂടെ പിഞ്ചു മക്കളെപ്പോലും കിരാതമായി കൊള്ളുന്ന യൂദായിസത്തിന്റെ പ്രവർത്തനങ്ങൾ. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, സങ്കടപ്പെടാൻ മാത്രം. പക്ഷേ നമ്മുടെ കയ്യിലൊരു ആയുധമുണ്ട്. ആ ആയുധം നമ്മൾ ഉപയോഗപ്പെടുത്തുക പടച്ച റബ്ബിനോടുള്ള മനം തുറന്ന പ്രാർത്ഥനയാണ്. നമുക്കൊരു പലരും രോഷാകുലരാകുന്നത് കാണാം. എന്തെങ്ങനെ ആര് നോക്കാത്ത? നമ്മളെന്താ ചെയ്ത്? നമുക്ക് പടച്ചോനോട് അല്ലെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയോട് പറയാൻ പറയണം, പടച്ചോനെ ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സാക്ഷിയോട് പറയാനുള്ളൊരു കെൽപ്പ് അല്ലെങ്കിൽ അതിനുള്ളൊരു അവകാശം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ അത് നിർവഹിക്കണം. പൊതുവെ പറയുമ്പോൾ ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മുടെ മനസ്സിലും അങ്ങനെയുള്ള മനസ്സിൻ്റെ പ്രാർത്ഥനകൾ പടച്ചോൻ സ്വീകരിക്കും.
അറിയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാണോ ഷർറാണോ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയാസപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ, അവരിൽ മരിച്ചു വീഴുന്നവർക്ക് നീ രക്തസാക്ഷിത്വം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. അല്ലാഹുവെ, പരീക്ഷണത്തിൽ നിന്ന് മുസ്ലിം ലോകത്തെ, പ്രത്യേകിച്ച് ഗസയിലെ, ഫലസ്തീനിലെ ജനതകളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുവെ, ശത്രുക്കളുടെ കൈപിടിക്കാൻ കൽപ്പുള്ളവൻ നീ മാത്രമാണ് റബ്ബേ. നീ അത് പ്രവർത്തനം നീ നടത്തണ റബ്ബേ. അല്ലാഹുവെ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണ റബ്ബേ. അല്ലാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. അവർ വിശന്ന് വലയുകയാണ് റബ്ബേ. അല്ലാഹുവെ, അവർക്കുള്ള വിശപ്പിനെ നീ മാറ്റണ റബ്ബേ. നാളെ പരലോകത്ത് അവർക്ക് നീ സ്വർഗം പ്രദാനം ചെയ്യണ റബ്ബേ. അതോടൊപ്പം സഹോദരങ്ങളെ, മറ്റൊരു കാര്യം, നിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ച പലരും ഇങ്ങനെ കടന്നു പോകുന്നു. നമുക്ക് വേണ്ടപ്പെട്ട പലരും കടന്നു പോകുന്ന കൂട്ടത്തിൽ വടകരയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ ജില്ലയിലെ തന്നെ ഒരു നേതാവായിരുന്ന സി മഹമ്മൂദ് സാഹിബ് നേരത്തെ കാലത്ത് ഇവിടെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സി മഹമ്മൂദ് സ്ത്രീയുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ പോരായ്മകളും തെറ്റുമൊക്കെ പടച്ചവൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കും നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم يسر أمورنا ولا تعسرنا. اللهم يسر أمورنا ولا تعسرنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم